ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യേണ്ടത് ഒരു വെജ് സാൻഡ്വിച്ച് ആൻഡ് അതേ സ്റ്റഫിംഗ് വെച്ചിട്ട് ഇനിയൊരു ഐറ്റം സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ഉണ്ടാക്കാൻ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മിക്സ്ഡ് വെജിറ്റബിൾ, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, ഗ്രീൻ പീസ്, വേണമെങ്കിൽ കോളിഫ്ലവർ ആൻഡ് ബീട്രൂട്ട് യൂസ് ചെയ്യാം. അത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചീൻചട്ടിയിൽ എണ്ണ ഇട്ടിട്ട് ജീരകം, പിന്നെ ഉള്ളി, 1 മീഡിയം സൈസ് ഓണിയൻ അത് നന്നായിട്ട് വതങ്ങിയ ശേഷം പച്ചമുളക് ഇടാം. പച്ചമുളക് പച്ചമുളകിന് പകരം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബജിമുളക. നന്നായിട്ട് അത് സോട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അത് സോട്ട് ചെയ്തിട്ട് ഈ കുക്കർത്തി ബോയിൽഡ് ആൻഡ് സ്മാഷ് വെജിറ്റബിൾ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഞാനിവിടെ വേരിയേഷന് വേണ്ടിയിട്ട് പാവ് ബജി മസാല യൂസ് ചെയ്തു. വേണമെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ജീരകം പൗഡറും പിന്നെ ഡ്രൈ മാംഗോ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അവസാനം കൊറിയൻഡർ ലീഫ് ഇട്ടിട്ട് സ്റ്റഫിംഗ് റെഡിയായി. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ബ്രെഡിൽ ആദ്യം നെയ്യിട്ടിട്ട് തവല ഈ സ്റ്റഫിങ് ഒരു ബ്രെഡ് ഇട്ടിട്ട് പിന്നെ സ്റ്റഫിങ് ഫിൽ ചെയ്തിട്ട് പിന്നെ ഇനി ഒരു ബ്രെഡ് അതിൽ നെയ്യിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നന്നായിട്ട് അത് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഒരു 1 ബ്രെഡ് കഴിച്ചാൽ മതി. നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. സോസ് കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ ഇതേ സ്റ്റഫിങ് ബാലൻസ് വരുമ്പോൾ നമുക്ക് ഈവനിങ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം. പിന്നെ ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ സ്റ്റഫിങ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തു. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ക്യാപ്സിക്കമിൻ്റെ ടേസ്റ്റും പിന്നെ ഈ വെജിറ്റബിളിൻ്റെ ടേസ്റ്റും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇങ്ങനെ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ടൈം നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും 2 in 1 മാതിരി ഉള്ള ഒരു മീൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ യൂട്യൂബ് ചാനൽ. ബൈ. താങ്ക് യു.